ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണാടിയിൽ മുഖം നോക്കാത്തവരായിട്ട് ആരുമില്ല. കണ്ണാടിയിൽ മുഖം നോക്കി എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കുവാനായിട്ട് കഴിയുന്നവരുണ്ട്. എന്നാൽ ഈ കണ്ണാടിക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നില്ലെങ്കിൽ ഈ കണ്ണാടിക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം മുറിയിലെ പൊടിപടലങ്ങൾ ഏറ്റ് ഈ കണ്ണാടിക്ക് മങ്ങലേക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ കാലക്രമേണ ഈ മങ്ങലേറ്റ കണ്ണാടിയുള്ള മുറിയിൽ താമസിക്കുന്ന വ്യക്തി ആ മങ്ങലേറ്റ കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബം കണ്ട് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകും. രസമെന്ന് പറയുന്നത്, ഈ മുറിയിലേക്ക് ഒരു സുഹൃത്ത് കടന്നു വരികയാണെങ്കിൽ അവൻ ഒരല്പം വൃത്തിക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും ആ സുഹൃത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഈ കണ്ണാടി ഒന്ന് തുടച്ച് വൃത്തികയാക്കുകയാണെങ്കിൽ നിന്റെ മനോഹരമായിട്ട് അല്ലെ നിന്റെ തിളക്കമുള്ള ഈ മുഖമൊന്ന് നിനക്ക് ദർശിച്ചുകൂടെ? സ്നേഹമുള്ളവരെ, ഈ ഒരു ചോദ്യം ആ സുഹൃത്ത് ചോദിക്കുന്നതല്ല, മറിച്ച് ഇന്നത്തെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 14 മുതൽ 26 വരെയുള്ള വചനങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മളാകുന്ന കണ്ണാടിക്ക് കുറച്ചും കൂടെ തിളക്കം കൂട്ടുവാനായിട്ട് നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ? ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് സുഹൃത്ത് നമ്മോടല്ല, മറിച്ച് ഇന്നത്തെ സുവിശേഷം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 14 മുതൽ 26 വരെയുള്ള വചനങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മളാകുന്ന കണ്ണാടിക്ക് കുറച്ചും കൂടെ തിളക്കം കൂട്ടുവാനായിട്ട് നമുക്കൊന്ന് സാധിച്ചുകൂടെ? വലിയ ഒരു അത്ഭുതമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ കാണുന്നത്. അന്ധനും പിശാചു ബാധിതനുമായ ഒരു യുവാവിനെ ഈശോ സുഖപ്പെടുത്തുന്നു. എന്നാൽ ഈ അത്ഭുതത്തിന് അപ്പുറം അവിടെ കൂടിയിരിക്കുന്ന ജനം അത് ഒരു പൈശാചിക ശക്തിയാണെന്ന് പറയുകയാണ്. അങ്ങനെ പറയുവാനായിട്ടുള്ള ഒരു സാഹചര്യം എന്താണ്? കാരണം അവരുടെ ഹൃദയം മങ്ങലേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ഹൃദയം പാപത്താൽ മൂടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ ദൈവത്തിൻ്റെ കരത്തേക്കാൾ ഉപരി ഒരു പൈശാചിക ശക്തിയാണ് ഇത് പ്രവർത്തിച്ചതെന്ന് അവർ പറയുന്നത്. എന്നാൽ കൃത്യമായിട്ട് വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, ഇത് ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ടാണ് ആ യുവാവിന് സൗഖ്യം ലഭിച്ചതെന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഇടയിലും ഇതുപോലെ ഹൃദയത്തിൽ ഒത്തിരിയേറെ പാപമാലിന്യങ്ങൾ കൊണ്ട് മൂടപ്പെട്ടവരായി ജീവിക്കുന്ന ഒത്തിരിയേറെ ആൾക്കാരുണ്ട്. ആ മൂടപ്പെട്ട പാപത്തിൻ്റെ സാഹചര്യങ്ങൾ മാറുന്നില്ലെങ്കിൽ നമ്മളും ഈ പറഞ്ഞ ഈ സമൂഹത്തെ പോലെ ഈ ഒരു പൈശാചിക ശക്തിയിലാണ് ഇത് സംഭവിച്ചെന്ന് നമ്മളും വിശ്വസിച്ചു പോകും. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഈശോ മരിച്ച് കാൽവരി മലയിൽ നിൽക്കുമ്പോഴത്തേക്കും ദേവാലയത്തിൻ്റെ തിരശ്ശീല കീറിപ്പോകുമ്പോൾ ശതാധിപൻ അവിടെ വെച്ച് വിളിച്ചു പറയുന്നുണ്ട്, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു. ആ ശതാധിപൻ അങ്ങനെ പറയണമെങ്കിൽ ആ സമയം തന്നെ ആ ശതാധിപൻ്റെ ഹൃദയത്തിൻ്റെ തിരശ്ശീല കീറിയത് കൊണ്ടാണ്, അവൻ്റെ ഹൃദയത്തിൻ്റെ മൂടുപടം അവന് കീറിയത് കൊണ്ടാണ് ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നുവെന്ന് ശതാധിപന് പറയുവാനായിട്ട് സാധിച്ചത്. നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് കാണുന്നുണ്ട്. ജന്മപാപമില്ലാതെ ജനിച്ചവൾ. ദൈവദൂതൻ വന്ന് പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ആ ജന്മപാപമില്ലാതെ ഹൃദയത്തിൻ്റെ തിരശ്ശീല കീറിയത് കൊണ്ടാണ് പരിശുദ്ധ അമ്മ ആ ദൈവദൂതന് ആമേൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈശോയുടെ സ്നേഹിതനായ പത്രോസ്ലീഹ ഒരു സാഹചര്യത്തിൽ ഈശോയെ തള്ളിപ്പറഞ്ഞെങ്കിലും ആ മനസ്താപപ്പെട്ട് പത്രോസ്ലീഹ ഈശോയുടെ അടുത്തേക്ക് വരുമ്പോൾ അവൻ്റെ തന്നെ ഹൃദയത്തിൻ്റെ തിരശ്ശീല കീറി ഹൃദയത്തിൻ്റെ മൂടുപടം മങ്ങല് മാറ്റിക്കൊണ്ട് വരുന്നത് കൊണ്ടാണ് ഈശോ അവനെ സഭയുടെ താക്കോൽ ഏൽപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഹൃദയത്തിൽ മൂടുപടം വീഴുക ഒരുപക്ഷെ സാധ്യതകളാണ്. പക്ഷേ ആ മൂടുപടം കീറുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നമുക്കും ഈശോയുടെ അടുത്തേക്ക് എത്തുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഒരു സംഗ്രഹമായിട്ട് ഈശോ പറഞ്ഞു വയ്ക്കുന്നത് ഇത് തന്നെയാണ്: എന്നോട് കൂടെ ആയിരിക്കുക. ഈശോയുടെ കൂടെ ആയിരിക്കുന്നവന് മാത്രമേ ഉള്ളൂ ഹൃദയത്തിൻ്റെ തിരശ്ശീല കീറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈശോയുടെ സ്നേഹിതനായിരുന്ന പത്രോസ്ലീഹ ഒരു സാഹചര്യത്തിൽ ഈശോയെ തള്ളിപ്പറഞ്ഞ് അവൻ ഹൃദയത്തിൻ്റെ തിരശ്ശീല ഇട്ടെങ്കിൽ അവൻ മാനസാന്തരപ്പെട്ട് ആ ഹൃദയത്തിൻ്റെ തിരശ്ശീല കീറിക്കൊണ്ട് ഈശോയുടെ അടുത്തേക്ക് വന്നതുകൊണ്ടാണ് ഈശോ അവന് സഭയുടെ താക്കോൽ നൽകുന്നത്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മളും പാപ സാഹചര്യങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട്. പക്ഷേ എപ്പോഴൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ തിരശ്ശീല കീറി നമ്മുടെ ഹൃദയം വെണ്മയുള്ളതാക്കി മാറ്റുന്നോ
അപ്പോഴൊക്കെ നമ്മൾ ഈശോയുടെ അടുത്തേക്ക് വരികയാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സംഗ്രഹമായിട്ട് ഈശോ പറഞ്ഞു വയ്ക്കുന്നത് ഇതാണ്: എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാണ്. അപ്പോൾ ഈശോയുടെ കൂടെ അല്ലാത്തവരാണ് ഈശോയെക്കുറിച്ച് കുറ്റം പറയുകയും പൈശാചിക ശക്തിയെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത് ഈശോയുടെ കൂടെ ആയിരിക്കുക. ഈശോയുടെ കൂടെ ആയിരിക്കുന്നവൻ്റെ ലക്ഷണമാണ് അവൻ്റെ ഹൃദയം വെടിപ്പാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ശിശുക്കൾ എൻ്റെ അടുത്ത് വരട്ടെ, അവരെ തടയണ്ട എന്ന് ഈശോ പറയുന്നത്. കാരണം കണ്ണാടി പോലെ വെണ്മയുള്ള ഹൃദയമാണ് ശിശുക്കളുടെ. ഒരു പാപത്തിൻ്റെ സാഹചര്യവും അവരുടെ ഹൃദയത്തിലില്ല. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ശിശുക്കൾ എൻ്റെ അടുത്ത് വരട്ടെ. അതുപോലെ സ്നേഹമുള്ളവരെ, നമ്മുടെ ഹൃദയം വെണ്മയുള്ളതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈശോയുടെ കൂടെയായിരിക്കും. ഈശോയുടെ കൂടെയുള്ളവന് മാത്രമേ ഉള്ളൂ ഈശോയെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവസാനമായിട്ട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഈശോ പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: ഒരുവനിൽ നിന്ന് പിശാച് വിട്ടുമാറിയതിന് ശേഷം ആ പിശാച് അവൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ അവനെക്കാട്ടിലും ശക്തരായ 7 പിശാചുക്കളെയും കൊണ്ടാണ് കടന്നു വരുന്നത്. അപ്പോൾ അവൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വളരെ മോശമായിരിക്കുമെന്നാണ് വചനം പറഞ്ഞു വെക്കുന്നത്. സ്നേഹമുള്ളവരെ, ആധ്യാത്മികത ഒരു അഹങ്കാരമായി കാണാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുവാനും ഹൃദയത്തിൻ്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുവാനും ഹൃദയത്തിൻ്റെ മൂടുപടം നീക്കി ദൈവത്തോട് ചേർന്നിരിക്കുവാനും അതുവഴി ഹൃദയം കണ്ണാടി പോലെ ഉള്ളതാക്കി മാറ്റുവാനും ദൈവത്തെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുന്ന ഒരു നല്ല ക്രൈസ്തവനായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.